മാത്സിലേക്ക് സ്വാഗതം. ഇവിടെ 10th ക്ലാസ്സിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇൻട്രൊഡക്ഷൻ എല്ലാം അതിനകത്ത് പറഞ്ഞിരുന്നു. ax² + bx + c = 0. ഇതിനെയാണ് ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. a b c are റിയൽ നമ്പേഴ്സ് ആൻഡ് a not equal to 0. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - 14x + 24 = 0. ഫൈൻഡ് ദ സൊല്യൂഷൻ. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് വേരിയബിൾ ഇവിടെ എക്സ് ആണ്. എക്സ് ക്യാൻ ടേക്ക് എനി വാല്യൂ. എ ബി സി ആർ റിയൽ നമ്പേഴ്സ്. ഇവിടെ എക്സിന് 2 വാല്യൂസ് കിട്ടും. അതിന് സൊല്യൂഷൻസ് എന്ന് പറയും. സൊല്യൂഷൻ സോൾവ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് തന്നെ ചെയ്യണം, വേറെ മെത്തേഡ് വെച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലാസ്റ്റിലുള്ള കോഎഫിഷ്യൻ്റ് ഉണ്ട് 24, x² - 14x + 24 കോൺസ്റ്റൻറ്റ് മാത്രമുള്ളൂ. അതിൻ്റെ ഫാക്ടേഴ്സ് ഇവിടെ എഴുതുന്നു. 24ൻ്റെ ഫാക്ടേഴ്സ് 6 × 4 24 ആണ്. ഇവിടെ പോസിറ്റീവ് 24 ആയതുകൊണ്ട് -6 × -4 24, പോസിറ്റീവ് 6 × +4 6 × 4 24. ഇനി 12 2s are 24, -12 -2, -12 -2, 2 നെഗറ്റീവ് ചേരുമ്പോൾ പോസിറ്റീവ് 24 +12 +2. ഇനി 8 3s are 24, -8 × -3 20, പോസിറ്റീവ് 24, പോസിറ്റീവ് 8 × പോസിറ്റീവ് 8 × 3 24. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിന് ഈ 24ൻ്റെ ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞതല്ല. പിന്നെ 1ഉം 24ഉം വരും. 1ഉം 24, -1 -24 അങ്ങനെ വരാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ നടുക്കുള്ള എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് മീൻസ് എക്സിൻ്റെ കൂടെ കിടക്കുന്ന കോൺസ്റ്റൻറ്റ് അത് -14 ആണ്. ഇൻറ്റു ചെയ്യുമ്പോൾ പോസിറ്റീവ് 24 വരണം. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -14 വരണം. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് വേണം ഇവിടെ എടുക്കാൻ. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഇവിടെ അപ്പോൾ 12ഉം 2ഉം ഉള്ളത് നോക്കിയാൽ മതി. ഇവിടെ +14 ആയിരുന്നെങ്കിൽ നമ്മൾ പോസിറ്റീവ് 12ഉം പോസിറ്റീവ് 2ഉം എടുത്തത്. ഇവിടെ -14 ആണ്. -12ഉം -2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -14 കിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ ഫാക്ടേഴ്സാണ് എടുക്കുക. എക്സ് ഈ -12ഉം -2ഉം. അപ്പോൾ നമുക്ക് x - 12 × x - 2 = 0. x - 12 ഈ -12 -2 അതിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫാക്ടേഴ്സ് വേണം എടുക്കാൻ. 24ൻ്റെ ഫാക്ടേഴ്സ് എഴുതുന്നു. -6 -6 -4 6 4. ഇവിടെ 10 വന്നെങ്കിൽ നമുക്ക് +10 വന്നെങ്കിൽ x + 6 × x + 4 എന്ന് എടുക്കായിരുന്നു. ഇവിടെ -14 ആണ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. -14 സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് -12ഉം -2. അപ്പോൾ നമുക്ക് x - 12 × x - 2 = 0. ഒരു പ്രോഡക്റ്റ് 0 ആണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫാക്ടർ 0 ആയിരിക്കണം. ഗുണനഫലം 0 ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ 0 ആയിരിക്കണം. അതായത് x - 12 = 0 ഓർ x - 2 = 0. അപ്പോൾ എക്സിന് 2 വാല്യൂസ് വരും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. സെക്കൻഡ് ഡിഗ്രി മീൻസ് ഇവിടെ വേരിയബിൾ എക്സ് ആണ്. എക്സിൻ്റെ ഹയസ്റ്റ് പവർ അതായത് 2 അതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x - 12 = 0 ഓർ x - 2 = 0. ഒന്നിൽ x - 12 0 ആണ്, പ്രോഡക്റ്റ് 0 ആണ്, അല്ലെങ്കിൽ x - 2 0 ആണ്. 2 പോസിബിലിറ്റീസ് ആണ്. അതായത് x = 0 + 12, x = 0 + 2. അപ്പോൾ എക്സിന് 2 വാല്യൂസ് കിട്ടി. അതൊക്കെയാണ് 12 and 2. There are 2 solutions. എക്സിന് 2 വാല്യൂസ് കിട്ടും, 12 and 2. Here we simplified. Here we find the solution by factorization method. Once more. First of all, we have to write the factors of 24. ഇവിടെ ഈ -14 പകരം ഇവിടെ പോസിറ്റീവ് 10 ആയിരുന്നെങ്കിൽ x + 6 × x + 4 അത് എടുത്തേനെ. പോസിറ്റീവ് 6ഉം പോസിറ്റീവ് 4ഉം വരുന്നത്. ഇവിടെ -10 ആയിരുന്നെങ്കിൽ x - 6 × x - 4, -4ഉം -6 കൂടെ ആഡ് ചെയ്താൽ -10. ഇവിടെ നമുക്ക് -14 ആണ്. -14 ആകുമ്പോൾ 12ഉം 2ഉം കൂടെ ഉള്ളത് എടുക്കണം. -14 ആയതുകൊണ്ട് ഈ ഫാക്ടേഴ്സ് എഴുതാം. x - 12 ×
എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഇവിടെ പ്രോഡക്റ്റ് 0 ആണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എക്സ് മൈനസ് 12 0 ആകണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 2 0 ആകണം. എക്സ് ഈക്വൽ ടു 0 പ്ലസ് 12 എക്സ് ഈക്വൽ ടു 0 പ്ലസ് 2. എക്സിന് 2 വാല്യൂസ് കിട്ടി, അതൊക്കെയാണ് 12 and 2. Therefore, the solutions of this quadratic equation x square minus 14x plus 24 are 12 and 2. Next we can do another problem. That is, first of all we have to find out AC, that equal to 4 root 3 into minus 2 root 3 equal to 4 into minus 2 minus 8 root 3 into root 3 3 minus 24. Here AC is minus 24 and we have A as 4 root 3. Therefore, the product is negative. Therefore, C is negative. C a negative എന്ന് കിട്ടി, കാരണം A നെഗറ്റീവ് അല്ല. AC എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇതാണ്. Since C is negative, we have to find out the factors of 24. Since AC is negative 24, which satisfy the difference between them is, to satisfy the difference between the factors between them is 5, the coefficient of x 5, that is 4 root 3 x square plus 8 ന് പകരം 5 പകരം 8 ഉം 3 അതിൻ്റെ ഫാക്ടേഴ്സ് ഡിഫറൻസ് 5 വരണം. മൈനസ് 2 root 3 ഈക്വൽ ടു 0. 4 root 3 x square പ്ലസ് 8x minus 3x minus 2 root 3 equal to 0. Here 4 root 3 x square plus 8x minus 3x minus 2 root 3 equal to 0. ഇവിടെ മൈനസ് 3x നമ്മൾ മൈനസ് 3 റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതും. 4 root 3 x square plus 8x minus root 3 into root 3x root 3 വെറും 3 root 3 into root 3 എന്ന് എഴുതി. ഇവിടെ കോമൺ ഫാക്ടർ എടുക്കാം. 2 root 3 equal to 0. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം, 4 എടുക്കാം, എക്സും എടുക്കാം. പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു റൂട്ട് 3 ഉണ്ട്, ഒരു എക്സ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു +2 മൈനസ്. ഇനി ഇവിടെ നമുക്ക് മൈനസ് റൂട്ട് 3 ഇങ്ങനെ എടുക്കാം വെളിയിൽ. ഇവിടെ ഒരു മൈനസ് റൂട്ട് 3 എടുക്കാം, ഇവിടെ ഒരു മൈനസ് റൂട്ട് 3 എടുക്കാം. പിന്നെ ഇവിടെ എന്തുകൊണ്ട് റൂട്ട് 3x + 2 ഈക്വൽ ടു 0. ഇതിൽ രണ്ടിലും റൂട്ട് 3x + 2 എന്ന് പറയുന്ന കോമൺ ഫാക്ടർ വന്നു. അപ്പോൾ നമുക്ക് റൂട്ട് 3x + 2 ഇനി വെളിയിലെടുക്കാം. പിന്നെ എന്തുകൊണ്ട്, ഇവിടെ ഒരു 4x ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മൈനസ് റൂട്ട് 3 ഉണ്ട്. ഒരു പ്രോഡക്റ്റ് 0 ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പ്രോഡക്റ്റ് 0 ആയാൽ ഏതെങ്കിലും ഒരു ഫാക്ടർ 0 ആകണം. അതായത് റൂട്ട് 3x + 2 ഈക്വൽ ടു 0 ഓർ 4x minus root 3 equal to 0. Root 3x plus 2 equal to 0 means root 3x equal to minus 2. That is 4x equal to minus root 3 ഇപ്പുറം വരുമ്പോൾ root 3. It is x equal to minus 2 by root 3. root 3 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുന്നു xൻ്റെ കൂടെയുള്ള. x equal to root 3 by 4. We get two values, that is x equal to minus 2 by root 3 and x equal to root 3 by 4. For the solutions are x equal to minus 2 by root 3 and x equal to root 3 by 4. To solve this quadratic equation by factorization method, for that we have to find out a 4 root 3, b 5, c minus 2 root 3. We have to find out ac equal to 4 root 3 into minus 2 root 3 equal to 4 into minus 2 minus 8. Root 3 into root 3, 3 minus 24. Here product AC is minus 24, but we have A is a positive number 4 root 3. Therefore, C is negative. C ഇവിടെ understood ആണ് നെഗറ്റീവ്. AC നെഗറ്റീവ് നമ്പർ ആണ്, നെഗറ്റീവ് 24 ആണ്. ഇവിടെ A എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആണ്, 4 root 3 ആണ്. അതുകൊണ്ട് C നെഗറ്റീവ്. Since C നെഗറ്റീവ് ആയതുകൊണ്ട് write the factors of ഇവിടെ കിട്ടി 24 അല്ലേ, factors of 24 whose differences is
5, the coefficient of x, that is 8 and 3. 8 and 3 factors of 24, whose difference is 5. Then 4 root 3x square plus, instead of 5x we write difference of these factors, 8 minus 3x minus 2 root 3 equal to 0. That is 4 root 3x square plus 8x minus 3x minus 2 root 3 equal to 0. 4 root 3x square plus 8x minus 3. 3ക്ക് വരെ നമുക്ക് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാം. ഇവിടെ കോമൺ ഫാക്ടർ എഴുതേണ്ടതുണ്ട്. മൈനസ് 2 റൂട്ട് 3 ഈക്വൽ ടു 0. ദിസ് യു ഹാവ് ടു ടേക്ക് ദ കോമൺ ഫാക്ടേഴ്സ്. 4 ഇവിടെ 8ൽ നിന്ന് 4 എടുക്കാം, ഇവിടെ നിന്ന് 4 എടുക്കാം. പിന്നെ ഇവിടെ എക്സും ഉണ്ട് കോമൺ ആയിട്ട്. 4x ഇൻറ്റു, പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഒരു റൂട്ട് 3 ഉണ്ട്, ഒരു എക്സും ഉണ്ട്. 2x എക്സ് സ്ക്വയർ ഉള്ളതിൽ ഒരു എക്സ് ആയി എടുത്താൽ പ്ലസ് പിന്നെന്താ ഇവിടെ ഉള്ളത് 2. ഇവിടെ ഒരു മൈനസ് റൂട്ട് 3 എടുക്കാം, ഇവിടെ ഒരു മൈനസ് റൂട്ട് 3 എടുക്കാം. കോമൺ ഫാക്ടർ മൈനസ് റൂട്ട് 3 ഇൻറ്റു, പിന്നെ ഇവിടെ എന്തുണ്ട് ഒരു റൂട്ട് 3x ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മൈനസ് റൂട്ട് 3 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു 2 ഉള്ളൂ, പ്ലസ് 2 ഈക്വൽ ടു 0. ഇവിടെ വീണ്ടും കോമൺ ഫാക്ടേഴ്സ് വന്നു, റൂട്ട് 3x പ്ലസ് 2. അത് വീണ്ടും എടുക്കാം വെളിയിൽ, ഒരുപോലെ വരുന്നതിന് വെളിയിലെടുക്കാം. ഇൻറ്റു, പിന്നെ ഇവിടെ എന്താ ഉള്ളൂ 4x, പിന്നെ ഇവിടെ എന്താ ഉള്ളൂ ഒരു മൈനസ് റൂട്ട് 3 ഈക്വൽ ടു 0. പ്രോഡക്റ്റ് 0 ആയാൽ ഏതെങ്കിലും ഒരു ഫാക്ടർ 0 ആകണം. അതായത് റൂട്ട് 3x പ്ലസ് 2 ഈക്വൽ ടു 0 ഓർ 4x മൈനസ് റൂട്ട് 3 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. റൂട്ട് 3x ഈക്വൽ ടു ഈ 2 പോസിറ്റീവ് 2 ഇപ്പുറം വരുമ്പോൾ നെഗറ്റീവ് 2, 0 മൈനസ് 2 എന്ന് വരും. 4x ഈക്വൽ ടു ഈ നെഗറ്റീവ് റൂട്ട് 3 റൈറ്റ് സൈഡിൽ വരുമ്പോൾ 0 പ്ലസ് റൂട്ട് 3 പോസിറ്റീവ് റൂട്ട് 3. പോസിറ്റീവ് റൂട്ട് 3 മീൻസ് റൂട്ട് 3. ദിസ് എക്സ് ഈക്വൽ ടു മൈനസ് 2, കൂടെ കിടക്കുന്ന റൂട്ട് 3 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുന്നു. മൈനസ് 2 ബൈ റൂട്ട് 3 ആൻഡ് എക്സ് ഈക്വൽ ടു റൂട്ട് 3 ബൈ 4. വി ഗെറ്റ് 2 values for x. Therefore the solutions are x equal to minus 2 by root 3 and x equal to root 3 by 4. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വെക്കേഷൻ ക്ലാസ്സിന് നല്ലതുപോലെ ടൈം എടുത്ത് എല്ലാ പ്രാക്ടീസ് പ്രോബ്ലംസ് എല്ലാം നന്നായിട്ട് ചെയ്ത് പഠിക്കുക. വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്യുക. സ്കൂൾ തുറക്കുമ്പോൾ നല്ലതുപോലെ എല്ലാ പോർഷൻസും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടംപോലെ ടൈമുണ്ടല്ലോ, ചെയ്ത് പഠിക്കുക. പ്രോബ്ലംസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. തിയറി പഠിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. 10th ക്ലാസ്സിലെ കുറേ പോർഷൻസ് ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ശ്രീമാസ് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇട്ട വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.